ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. സെറാ മ്യൂസിക് ഫെസ്റ്റ് 2021 പഴയതും പുതിയതുമായ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ക്രൈസ്തവ കേരളിക്ക് ഏറെ സുപരിതരായിരിക്കുന്ന അനുഗ്രഹീതരായ ഗായകർ തുടർന്നുള്ള സമയങ്ങൾ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്നു. ഈ ഗാനങ്ങളുടെ കേൾവി എന്തുകൊണ്ടും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആദരണീയരായ അനുവാചകർക്ക് ആത്മപ്രചോദനത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും എന്നതിന് രണ്ട് പക്ഷമില്ല. പ്രാർത്ഥന പുരസ്സരം തുടർന്ന് ഈ ആത്മീയ ശുശ്രൂഷകൾ സഹകരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ സെറാ മ്യൂസിക് ഫെസ്റ്റ് 2021 സമാരംഭം കുറിക്കുന്നു. നാം എല്ലാവരും ദൈവ സാന്നിധ്യബോധത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ സെറാറ്റി മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സിനാൻ സാർ മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുന്നു. പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യബോധത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷത്തിൽ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. സെറാ ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതായ ഈ ഗാനശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹവും ഫലപ്രദവുമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ആത്മീയ ഗാനങ്ങൾ ശ്രവിക്കുമ്പോൾ പലയിടങ്ങളിലായി ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മീയ സന്തോഷം പ്രാപിപ്പാനും ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുവാനും കർത്താവ് സഹായിക്കണമേ. സ്വർഗത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സ്വർഗീയ സമാധാനത്താൽ കേൾവിക്കാരെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വം എടുക്കണമേ. കർത്താവും രക്ഷിതാവുമാകുന്ന യേശു കർത്താവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി ഉത്തരം നൽകുമാറാകണമേ. ആമേൻ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വർഷം കൊണ്ടാടുന്നു. ഈ അവസരത്തിൽ വൈദേശിക ഭരണ കാലഘട്ടത്തിൽ സ്വന്തം രാജ്യത്തിൻ്റെ മണ്ണിൽ ക്ലേശവും പീഡയും ഒക്കെ അനുഭവിച്ചു. ആ സമയത്തും
സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച എത്രയോ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരെയൊക്കെ ഈ തരുണത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ദേശസ്നേഹികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും ഈ തരുണത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. പഴയതും പുതിയതുമായ ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റാണ് സെറാറ്റി മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നടക്കുന്നത്. നിശ്ചയമായിട്ടും നിങ്ങളുടെ സഹകരണം ഈ പ്രോഗ്രാമിൽ ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവിക ആരാധനയിൽ ഗണനീയമായ സ്ഥാനമാണ് സംഗീതത്തിനുള്ളത്. മഹാദൈവം സംഗീതം ഇഷ്ടപ്പെടുന്നു. സപ്തവർണ്ണ പ്രഭയാൽ നിർമ്മിതമായ സ്വർഗീയ ദൂതഗണങ്ങൾ സൈനികരുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഇടതടവില്ലാതെ പാടി സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ തൻ്റെ സൃഷ്ടികൾ പാടുന്നതും അവനെ സ്തുതിക്കുന്നതും കാണുവാൻ മഹാദൈവം ഇഷ്ടപ്പെടുന്നു. മഹാദൈവത്തിനെ സ്തുതിയെയും അവൻ്റെ മഹത്വത്തെയും വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനത്തോടെ ഈ സംഗീത ശുശ്രൂഷകൾക്ക് സമാരംഭം കുറിക്കുന്നു. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്നെ ദാനമല്ലോ ഈ ജീവിതം. നിശ്ചയമായിട്ടും നശ്വരമായ ഭൂമികയിൽ ലഭ്യമായ ജീവിതം മഹാദൈവം തന്ന ദാനമാണ്. മഹാദൈവം നൽകിയ ജീവിതത്തിൻ്റെ അശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനം ക്രൈസ്തവകരിലേക്ക് ഏറെ സുപരിതനായ അനുഗ്രഹീത ഗായകൻ പാഷ സാംസൺ പാടുമ്പോൾ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. പാഷ സാംസൺ കങ്കട മനോഹര ഗാനം നമുക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യബോധത്തോടും നമുക്ക് ആ ഗാനം കേൾക്കാം. Praise the Lord. Hallelujah. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണമാ ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണമാ ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. എൻ മാർഗമേ, എൻ ജീവനേ, നീ എൻ്റെ കൈ പിടിക്കൂ ഈ യാത്രയിൽ. എൻ മാർഗമേ, എൻ ജീവനേ, നീ എൻ്റെ കൈ പിടിക്കൂ
എൻ ശാന്തിയേ, എൻ മോക്ഷമേ, നീ മാത്രമാണു നാഥ എന്നാശ്രയം. എൻ ശാന്തിയേ, എൻ മോക്ഷമേ, നീ മാത്രമാണു നാഥ എന്നാശ്രയം. ഇനിയുള്ള കാലമൻ സുവിശേഷ പാതയിൽ അവിടുത്തെ സാക്ഷിയായി നീങ്ങിടും ഞാൻ. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണ്ണമായി ഈ ജീവിതം. നിൻ കൈകളിൽ ഏകുന്നു ഞാൻ സമ്പൂർണ്ണമായി ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. സ്നേഹനിധികളായ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, ക്രൈസ്തവ കൈകളിൽ ഏറെ സുപരിതരായ ഒത്തിരി ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളുടെ സഹകരണങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. കാൽവറിയിൽ നാം കാണുന്നത് മഹാദൈവം മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹമാണ്. പാപം ചെയ്ത് ദൈവത്തോടകന്നുപോയ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട, ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ നേടിയെടുക്കേണ്ടതിന് വേണ്ടി നിജപുത്രനെ ഇഹലോകത്തിലേക്ക് അയച്ച മഹാദൈവത്തിൻ്റെ സ്നേഹം, ആ ക്രൂശിൽ നിന്നും പാഞ്ഞൊടുകുന്ന മഹാസ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ പഴയ ഗാനം അനുഗ്രഹീത ഗായകൻ ബ്രദർ ബിനോയ് പാമ്പാടി പാടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആ ഗാനം കേൾക്കാം. സ്നേഹമാം ദൈവമേ നീ എന്നിൽ
നിത്യസ്നേഹം എന്നെ തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. മായലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ, എൻ ആനന്ദമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകുന്ന ആ ദൈവസ്നേഹം നമ്മിൽ നിന്ന് മറ്റൊരിലേക്ക് വ്യാപരിക്കാൻ സാധ്യമായി തീരട്ടെ. നിശ്ചയമായിട്ടും സമൂഹത്തോടും സഹജീവികളോടും പ്രതിബദ്ധത പുലർത്തി ജീവിക്കുവാനാണ് ഉടയവനായ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുവാൻ കൃപാലുവായ ദൈവം നമ്മെ ഇനി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. തുടർന്നും മനോഹരമായ ഗാനം നമുക്ക് ശ്രമിക്കാം. ഈ ഭൂമിയിലെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. ക്ലേശങ്ങളുണ്ട്, വൈതരണങ്ങളുണ്ട്. എന്നാൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഒരു തുണ നീ മാത്രമാണ്. ദുരിതം നിറയും ഈ ഭൂമിയിലെ വാസത്തിൽ എനിക്കൊരു തുണ നീ മാത്രമാണ്. മനോഹരമായ പഴയ ഗാനം അനുഗ്രഹീത ഗായിക സിസ്റ്റർ സൂസൻ ജേക്കബിൻ്റെ ശബ്ദത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. എനിക്കൊരു തുണ നീയെ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയെ തുടങ്ങുന്ന മനോഹരമായ പഴയ ഗാനം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം.
തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ഇണയില്ല കൂറും പ്രാവുപോൽ ഞരങ്ങുന്നു പ്രിയനെ കാണുവാൻ. ഇണയില്ല കൂറും പ്രാവുപോൽ ഞരങ്ങുന്നു പ്രിയനെ കാണുവാൻ. നാദാ വരുവാൻ താമസമെന്തേ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. നാദാ വരുവാൻ താമസമെന്തേ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിൽ എന്നാശ്വാസമായി, എന്നും മണ്ണിൽ എന്നാശ്വാസമായി. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിൽ എന്നാശ്വാസമായി, എന്നും മണ്ണിൽ എന്നാശ്വാസമായി. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ആശ്വാസരഹിതമായ ജീവിതത്തിൽ, സമാധാനമില്ലാത്ത ജീവിതത്തിൽ നിശ്ചയമായിട്ടും സമാധാനം നൽകുന്നവനാണ് ലോകൈക രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തു. ശ്രുതിമധുരമായിരിക്കുന്ന പഴയതും പുതിയതുമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട്
ഈ മ്യൂസിക് ഫെസ്റ്റ് നടത്തുമ്പോൾ തന്നെ ഗാനങ്ങളിലൂടെ ഞങ്ങൾ ഉയർത്തുന്നത് ലോകൈക രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. അവൻ മാത്രമാണ് സമാധാനം നൽകുവാൻ കഴിവുള്ള ദൈവം. ദൈവത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യത്തോടെ മുന്നോട്ട് പോകുമ്പോഴും ലക്ഷ്യബോധമില്ലാത്ത ജീവിതം നയിക്കുമ്പോഴും ലക്ഷ്യബോധത്തിലേക്ക് നയിച്ച് നിത്യതയിലെത്തിക്കാൻ കഴിവുള്ള ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. ഒത്തിരി ആളുകൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ കൈരളിയിൽ പ്രത്യേകിച്ച് സംഗീത ശുശ്രൂഷകളെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ സഹോദരങ്ങൾ, ദൈവദാസന്മാർ, ഗായകരൊക്കെ ശ്രദ്ധിക്കുന്നു. പാഷ ബിജു പമ്പാവലിയുണ്ട്, പാഷ KP രാജനുണ്ട്, ബ്രദർ ലാലു പാമ്പാടിയുണ്ട്, ഷാജൻ പാർക്കടൽ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പ്രിയ ഷാൻചാനുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, തുടർമാനം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയോടെ അടുത്ത ഗാനത്തിൻ്റെ കേൾവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനോഹരമായ ഗാനം തുടർന്ന് നാം ആലപിക്കുന്നത് പാദം നമിക്കുന്നു ഞാൻ, തവ തിരുപ്പാദം നമിക്കുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന മനോഹര ഗായകൻ ക്രൈസ്തവ കൈരളിയിൽ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് ശ്രദ്ധേയനായി തീർന്ന അനുഗ്രഹീതനായ ബ്രദർ ബിജു പുല്ലാട് നമുക്ക് വേണ്ടി ആലപിക്കുമ്പോൾ ദൈവസാന്നിധ്യബോധത്തോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. ഹല്ലേലൂയ. കോടി സൂര്യകാന്തി വെള്ളും പ്രഭയുള്ളൂ മാറത്ത് പൊൻകച്ച് അണിഞ്ഞവരേ, അഗ്നിജ്വാലയ്ക്കൊത്ത് അക്ഷിനാഥനേ, അലറുന്ന ആഴിൻ ശബ്ദമുള്ളൂന ശ്രീയേശുനാഥനേ നാമിച്ചിടുന്നേ. തിരുപാദം നമിക്കുന്നു ഞാൻ, പാദം നമിക്കുന്നു ഞാൻ, തവ തിരുപാദം നമിക്കുന്നു ഞാൻ. മാറയിന്നാഥനേ പാറയിന്നൂറവേ, മാറയിന്നാഥനേ പാറയിന്നൂറവേ, പരമസദ്ഗുരുവേ നമിച്ചിടുന്നു. മുറിഞ്ഞകയാളുകളിൽ വടിവിളയടിയങ്ങൾ നനഞ്ഞ ശ്രുകണങ്ങളായി നമിച്ചിടുന്നു. പാദം നമിക്കുന്നു ഞാൻ, തവ തിരുപാദം നമിക്കുന്നു ഞാൻ. സ്നേഹത്താലെന്നെ സ്നേഹിച്ചിടുവാൻ ആദരവും വെടിഞ്ഞ പരമേശനെ, നിത്യസ്നേഹത്താലെന്നെ സ്നേഹിച്ചിടുവാൻ ആദരവും വെടിഞ്ഞ പരമേശനെ,
ഉലകത്തവനം മുൻപേ ഒരുക്കിയ കുഞ്ഞാടേ ഉലകസ്ഥാപനം മുൻപേ ഒരുക്കിയ കുഞ്ഞാടേ ചിന്മയരൂപനേ സ്തുതി മഹത്വം ചിന്മയരൂപനേ സ്തുതി മഹത്വം പാദം നമിക്കുന്നു ഞാൻ തവ തിരുപാദം നമിക്കുന്നു ഞാൻ ഗോതമ്പ് പോലെന്നെ പാറ്റിടാനായി കൊടിയ ശത്രുവാം സാത്താൻ അണഞ്ഞ നേരം ഗോതമ്പ് പോലെന്നെ പാറ്റിടാനായി കൊടിയ ശത്രുവാം സാത്താൻ അണഞ്ഞ നേരം വിശ്വാസപാതയിൽ തളരാതെ നിൽക്കുവാൻ വിശ്വാസപാതയിൽ തളരാതെ നിൽക്കുവാൻ ബലമേറി നടത്തിയ മമകാന്തനെ ബലമേറി നടത്തിയ മമകാന്തനെ പാദം നമിക്കുന്നു ഞാൻ തവ തിരുപാദം നമിക്കുന്നു ഞാൻ സരിഗമ പദനിസ സരിഗമ പദനിധവ മകരിസ പാദം നമിക്കുന്നു ഞാൻ സരിഗമ ഗമ പമ പദ സരിഗമ രിഗമ പഗമ പദ പദ പാദം നമിക്കുന്നു ഞാൻ പാദം നമിക്കുന്നു ഞാൻ പദനി ദഗരി ദഗരി മഗരി ധനി പദനി ദഗരി ധരി ധരി ഗമ പദനി അഗരി ഗരി ധനി 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 അഗരി ദഗരി ധനി ധനി പദനി ധരി പാദം നമിക്കുന്നു ഞാൻ തവ തിരുപാദം നമിക്കുന്നു ഞാൻ മാറയിൻ നാഥനേ മാറയിൻ ഉറവേ മാറയിൻ നാഥനേ മാറയിൻ ഉറവേ പരമസദ്ഗുരുവേ നമിച്ചിടുന്നു മുറിഞ്ഞകയാളിൽ മടിവിലയടിയങ്ങൾ നനഞ്ഞ ശ്രുകണങ്ങളാൽ നമിച്ചിടുന്നു പാദം നമിക്കുന്നു ഞാൻ തവ തിരുപാദം നമിക്കുന്നു ഞാൻ പാദം നമിക്കുന്നു ഞാൻ തവ തിരുപാദം നമിക്കുന്നു ഞാൻ വളരെ മനോഹരമായ ഒരു ഗാനം ബിജുച്ചാൻ്റെ ശബ്ദത്തിൽ കേൾക്കുവാൻ ദൈവാവസരം നൽകി. സെറ എന്ന നാമധേയത്തോടെ ആരംഭം കുറിച്ച മിനിസ്ട്രി എന്താകുന്നു, എന്താണ് സെറ മിനിസ്ട്രി ചെയ്യുന്നത്, അത് വ്യക്തമാക്കേണ്ടതിന്
സറാമരിശ്രീയുടെ രക്ഷാധികാരിയെ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ കുക്കു മാത്യുവിനെ ദൈവനാമത്തിൽ മുന്നോട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹം സറാമരിശ്രീയെക്കുറിച്ച് നമ്മോട് പറയും. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യാസമയത്തിനായി കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സെറാ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ ഈ മ്യൂസിക് ഫെസ്റ്റിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ സെറാ മിനിസ്ട്രിയുടെ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ അവരുകൾ, അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന സുപരിചിതരായ ഗായകർ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല വ്യക്തികൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. അനുഗ്രഹീതമായ ചില ഗാനങ്ങൾ കേൾക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം ഇത്രയും നിമിഷങ്ങൾ നമുക്ക് നൽകുവാനിടയായി തീർന്നു. സെറാ മിനിസ്ട്രിയെക്കുറിച്ചുള്ളതായ ഒരു ചെറിയ വിശദീകരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. തുടർന്നും അനുഗ്രഹീതമായ ചില ഗാനങ്ങൾ പാടുവാനും ആലപിക്കുവാനും സമയം നമുക്കുള്ളതുകൊണ്ട് ദീർഘസമയങ്ങൾ ഒരു വിശദീകരണത്തിന് വേണ്ടി എടുക്കാതെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ സെറാ മിനിസ്ട്രിയെക്കുറിച്ച് ഒരു വിശദീകരണം നൽകി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദർശനം എന്നുള്ളതായ പദത്തിന് ജോനതൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നതായ ഒരു എഴുത്തുകാരൻ പറഞ്ഞ നിർവചനം ഇങ്ങനെയാണ്: വിഷൻ ഈസ് ദ ആർട്ട് ഓഫ് സീയിങ് വാട്ട് ഈസ് ഇൻവിസിബിൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്തത്, മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ കഴിയാത്തതിനെ കാണുവാൻ കഴിയുന്ന കലയാണ് ദർശനം എന്ന് പറയുന്നത്. 2021 ആണ്ട് ഏപ്രിൽ മാസം 1-ാം തീയതി ദൈവസന്നിധിയിൽ നിന്നും പ്രാപിച്ചതായ ദർശനം പ്രാർത്ഥനയോടുകൂടി രൂപം കൊണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനമാണ് സെറാ മിനിസ്ട്രി എന്ന് പറയുന്നത്. എബ്രായ പദമായ സെറാ എന്ന വാക്കിൻ്റെ അർത്ഥം വിത്ത് അല്ലെങ്കിൽ സീഡ് എന്നുള്ളതാണ്. ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയതായ ആ വിത്ത്, ആ ദർശനം വളരെയധികം പ്രാർത്ഥനയോടും ദൈവ ആലോചന പ്രകാരം തുടങ്ങുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. സെറാ മിനിസ്ട്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുവതലമുറകൾക്ക് ലക്ഷ്യബോധവും അശരണർക്ക് ആശ്വാസവുമായി തീരുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5.5 മാസത്തിൽ അധികമായി ഏകദേശം 50-ൽ പരം കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ സെറാ മിനിസ്ട്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാൻഡമിക് കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി യുവതലമുറകൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ നിർദ്ദേശങ്ങളും പഠനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക്, ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ ഗസ്റ്റായി ക്ഷണിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വിവിധ സമയങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി നടത്തുവാൻ ദൈവം സെറാ മിനിസ്ട്രിക്ക് അവസരങ്ങളെ നൽകി. ഈ 5.5 മാസം കൊണ്ട്, ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് സമൂഹത്തിൽ അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീർന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, സമൂഹത്തിൽ ലക്ഷ്യബോധമില്ലാത്തതായ ഒട്ടനവധി യുവാക്കൾ നമ്മുടെ ഇടയിൽ ഉള്ളതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്തതായ പല സംഭവ വികാസങ്ങൾ പത്രമാധ്യമങ്ങൾ കൂടി നാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു യുവതലമുറ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ മണ്ണിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം. ആത്മീയ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തി ആത്മീയതയ്ക്ക് ഒട്ടും വില നൽകാത്ത ഒട്ടനവധി യുവാക്കൾ നമ്മുടെ സഭകളിൽ വർദ്ധിച്ചു വരുന്നതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ യുവതലമുറകൾക്ക് ലക്ഷ്യബോധം നൽകുക എന്നുള്ളതായ വിഷയം കൈവരിച്ചുകൊണ്ടാണ് സെറാ മിനിസ്ട്രി ആരംഭം കുറിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടി പങ്കാളികളാകുവാൻ
ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാനുള്ളതായ അവസരം നിങ്ങൾക്കുണ്ട്. ഈ ദർശനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിശ്ചയമായും ഞങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും ഒരു പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്നുള്ളതായ ഒരു പ്രവർത്തനമല്ല. അതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ വിവിധ പ്രസ്ഥാനങ്ങളിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസന്മാരും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിൽ നിന്നുള്ളതായ ഒട്ടനവധി വ്യക്തികളും കൂട്ടായി ചേർന്നുള്ളതായ പ്രവർത്തനമാണ് സെറാ മിനിസ്ട്രി. ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കാർക്കെങ്കിലും പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഞങ്ങളുമായി ബന്ധപ്പെടുക. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ യുവതലമുറകൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, നിങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഈ സെറാ മിനിസ്ട്രിയെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് പ്രേരണ പരിശുദ്ധാത്മാവ് നൽകിയാൽ നിശ്ചയമായും ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്താണ് സെറാ ടീം മിനിസ്ട്രിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ? വളരെ വ്യക്തമായി ടീം മിനിസ്ട്രിയുടെ രക്ഷാധികാരിയായിരിക്കുന്ന പാസ്റ്റർ കുക്കു മാത്യു ഓർപ്പിച്ചു. നിശ്ചയമായിട്ടും യുവതലമുറകൾക്ക് ലക്ഷ്യബോധവും അക്ഷരനായിരിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായി ടീം മിനിസ്ട്രി തീരുന്നുവെന്നത് അങ്ങേയറ്റം അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹകരണങ്ങളുമൊക്കെ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും മനോഹരമായ ഗാനങ്ങളുടെ കേൾവിയിലേക്ക് നാം കടന്നു പോകുന്നു. ഇനിയും പഴയതും പുതിയതുമായിരിക്കുന്ന മനോഹര ഗാനങ്ങൾ കേൾക്കുവാനുള്ള സാവകാശം നമുക്കുണ്ട്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുവാനും കഴിയുന്നതാണ്. തുടർന്ന് നാം കേൾക്കുന്നത് യേശു നായകൻ സമാധാനദായകൻ എന്തിനി ആകുലം കലുമുന്നൻ മനമേ തുടങ്ങുന്ന പഴയ ഗാനം ബ്രദർ ബിനോയ് പാമ്പാടി പാടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നെൻ മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ ലോക പോരിതിൽ അനുദിനം ജയമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നെൻ മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ ലോക പോരിതിൽ അനുദിനം ജയമേ
കരുതാ എങ്കിൽ സക്ഷേമമവനീ അമരാ നിന്റെ നിക്ഷേപമവനെന്നു കരുതാ എങ്കിൽ സക്ഷേമമവനീ അമരാ ഇത്ര ശ്രേഷ്ഠന ഒരുവൻ നിൻ കൂട്ടിനായരികിലുള്ളതിനാ എന്തിനാകുലം കലരും നിൻ മനമേ ഇത്ര ശ്രേഷ്ഠന ഒരുവൻ നിൻ കൂട്ടിനായി അരികിലുള്ളതിനാ എന്തിനാകുലം കലരും നിൻ മനമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും നിൻ മനമേ. ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി എന്ന ക്രിസ്തുവിൻ സമാധാനം നിത്യമാ സുഖദാനമരുളും എന്തിനാകുലം കലരും നിൻ മനമേ എന്നാൽ ക്രിസ്തുവിൻ സമാധാനം നിത്യമാ സുഖദാനമരുളും എന്തിനാകുലം കലരും നിൻ മനമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും നിൻ മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ ലോക ഓരിതിൽ അനുദിനം ജയമേ ലോക ഓരിതിൽ അനുദിനം ജയമേ ലോക ഓരിതിൽ അനുദിനം ജയമേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിശ്ചയമായിട്ടും ഭൂമിയിലെ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളൊക്കെ കടന്നു പോകേണ്ടി വരും. ഈ രാത്രി ഗാനങ്ങൾ ശ്രവിക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ വിഷയത്തിൽ വേദനിക്കുന്ന സാഹചര്യത്തോടെ കടന്നു പോകുന്നവർ കലങ്ങുന്ന ഹൃദയങ്ങളുമായി ഞങ്ങൾ ഈ രാത്രി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സമാധാനം നൽകുവാൻ കഴിവുള്ള, ആശ്വാസം നൽകുവാൻ കഴിവുള്ള ഒരു രക്ഷകനുണ്ട്. അവൻ്റെ പേരത്രേ നസ്രയൻ യേശു. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകും, ആശ്വാസം നൽകും. അവൻ നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. എല്ലാ നാമത്തിനും മേലായ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാൽ മടങ്ങുന്ന നാമം ശ്രീ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ശ്രുതികൾക്കും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കുമൊക്കെ യോഗ്യമായ നാമം യേശുവിൻ്റെ നാമം. ഈ ആശയം അങ്കുരിക്കുന്ന മനോഹരമായ ഒരു ഹിന്ദി ഗാനമാണ് തുടർന്ന് നാം ശ്രവിക്കുന്നത്.
സിസ്റ്റർ സൂസൻ ജേക്കബ് നമുക്ക് വേണ്ടി പാടുമ്പോൾ പ്രാർത്ഥനയോടെ ആ ഗാനം നമുക്ക് ശ്രവിക്കാം. हो तेरी स्तुति और आराधना करता हूँ मैं तुझसे ये प्रार्थना। हो तेरी स्तुति और आराधना करता हूँ मैं तुझसे ये प्रार्थना। महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पर कर। हालेलुया 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 हालेलुया। करुणा से तेरी नया दिन दिखाता है, ढाल बनकर मेरी मुझे बजाता है। करुणा से तेरी नया दिन दिखाता है, ढाल बनकर मेरी मुझे बजाता है। जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उड़ाता है। हालेलुया 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 हालेलुया। सारे जहां में तुझ सा कोई नहीं, तुझको जोड़ कोई प्रभु के ही नहीं। सारे जहां में तुझ सा कोई नहीं, तुझको जोड़ कोई प्रभु के ही नहीं। घुटने में ढेकू
बस तेरे सामने तू है मेरा प्रभु, तू मेरा पिता। അരിമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിന്ന് മൂന്നാമത്തെ പകൽ പുനരുത്ഥാന ശക്തിയോടുകൂടി ഉയർത്തവൻ, മരിച്ചവരിൽ ആദിജാതൻ യേശുക്രിസ്തു മാത്രം, ഇന്നും ജീവനോടെ ഇരിക്കുന്നവൻ യേശുക്രിസ്തു മാത്രം, ഭക്തന്മാർക്ക് വേണ്ടി മധ്യസ്ഥതയണച്ചുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നസ്രായിലിരിക്കുന്നു. താമസം വിന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തഗണങ്ങളെ ചെറുക്കാൻ യേശുക്രിസ്തു മടങ്ങി വരും. ലോകൈക രക്ഷകൻ യേശു മാത്രമാണ്. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ. നിശ്ചയമായിട്ടും അവരെ ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ പ്രിയരെ നമുക്കും സാധ്യമായി തീരട്ടെ. അവരെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒക്കെ ലഭ്യമായ ഭൂമിയിലെ ജീവിതം എത്രയോ ഭാഗ്യമാണ്, ശ്രേഷ്ഠകരമാണ്. പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ, എൻ്റെ തേങ്ങലിൻ്റെ ആഴം അറിയുന്നവൻ എൻ്റെ നാഥൻ മാത്രമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ വ്യഥയറിയുന്ന, വിങ്ങലുകൾ അറിയുന്ന, കണ്ണുനീർ കാണുന്ന എൻ്റെ ദൈവം മാത്രം, അവനത്രേ എൻ്റെ നാഥൻ. ആശയമകരിക്കുന്ന മനോഹരമായ ഗാനം പക്ഷെ സാംസന്റെ ശബ്ദത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ. ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ, പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ, അകതാരിൽ തുളുമ്പുന്ന തേങ്ങലിനാഴം നിന്നോടല്ലാതാരോടറിയിപ്പാൻ നീയല്ലാതാരുള്ളു പരനേ, ഇന്നു നീയല്ലാതാരുള്ളു പരനേ, പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ. അരങ്ങിൽ നമ്മൾ ചിരിച്ചിടും, അണിയറയിൽ കരഞ്ഞിടും. അരങ്ങിൽ നമ്മൾ ചിരിച്ചിടും, അണിയറയിൽ കരഞ്ഞിടും. ആദികൾ
വന്നണയുമ്പോൾ നാഥ നാഥ കൈവിടുമോ പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ വാടിക്കരിയുമൻ ജീവിതവാടിയിൽ ഒരു തുള്ളി നീർക്കണം തന്നിടുമോ വാടിക്കരിയുമൻ ജീവിതവാടിയിൽ ഒരു തുള്ളി നീർക്കണം തന്നിടുമോ എന്നിലെ പാപവും ശാപവും തീർത്തൻ ദേവാ പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ അകതാരിൽ തുളുമ്പുന്ന തേങ്ങലിനാഴം നിന്നോടല്ലാതാരോടറിയിപ്പാൻ നീയല്ലാതാരുള്ളു പരനേ ഇന്നു നീയല്ലാതാരുള്ളു പരനേ പുറമേ ചിരിക്കുവാനല്ലേ എനിക്കാവൂ എൻ പ്രാണനാഥ മനോഹരമായ ഗാനത്തിൻ്റെ കേൾവി നമുക്കേറെ സന്തോഷമായിരുന്നു. നമ്മോടൊപ്പം ഈ ഗാനശുശ്രൂഷയിൽ കീബോർഡ് പ്ലേ ചെയ്യുവാനും റിതം പാട് വായിക്കുവാനും ഒക്കെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുണ്ട്. പ്രിയ അജിനും പ്രിയ ബിജിനും നമ്മോടൊപ്പമുള്ളത് വളരെ സന്തോഷമാണ്. ബീച്ചാൻ്റെ കുഞ്ഞുങ്ങളാണ്. അവർ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ദൈവം അവർക്ക് കൊടുത്ത താലത്തിലൂടെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടും വളരെ സന്തോഷവും അനുഗ്രഹവുമാണ്. തുടർന്നും ബീച്ചാൻ്റെ ശബ്ദത്തിൽ മനോഹരമായ ഒരു ഹിന്ദി ഗാനം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. जाग सरा दुल्हन दुल्हा यीशु आ रहा है ओ जाग सरा दुल्हन दुल्हा यीशु आ रहा है पापों की नींद में ना सोना पापों की नींद में ना सोना मन गोना जाग सरा दुल्हन दुल्हा यीशु आ रहा है
श्रृंगार से अपने मन को तू सजा ले, वचनों के श्रृंगार से अपने मन को तू सजा ले, पाप के वरदानों से अपने जीवन को भर ले, रुग पाप के वरदानों से अपने जीवन को भर ले। पापों की नींद में ना सोना, पापों की नींद में ना सोना, दुनिया की नींद में न खोना। जाग जरा दुल्हन तूने यीशु आ रहा है, जाग जरा दुल्हन दुल्हा यीशु आ रहा है। तेरी आंग लगी रगमसी पे तुझको लेना वो आएगा, तेरी आंग लगी रगमसी पे तुझको लेना वो आएगा। कुप्पी में तेल लगे रखना तैयार वरना रह जाएगा, कुप्पी में तेल लगे रखना तैयार वरना रह जाएगा। पापों की नींद में ना सोना, पापों की नींद में ना सोना, दुनिया की नींद में खोना। जाग जरा दुल्हन तो यीशु आ रहा है, ओ जाग जरा दुल्हन दुल्हा यीशु आ रहा है। जाग जरा दुल्हन दुल्हा यीशु आ रहा है। മനോഹര ഗാനത്തിൻ്റെ കേൾവി നമുക്കേറെ സന്തോഷവും അനുഗ്രഹം തന്നെയായിരുന്നു. ഭക്തൻ ഇങ്ങനെ പാടുന്നു: എനിക്ക് ലഭിച്ച ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായത് എൻ്റെ യേശുവിനെ കണ്ടതാണ്, എൻ്റെ യേശുവിനോട് കൂടെയുള്ള വാസമാണ്, ഒന്നേ എനിക്കുള്ള ആനന്ദമുലകിൽ. മനോഹരമായ പഴയ ഗാനം ബ്രദർ ബിനോയ് പാമ്പാടി പാടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ.
ശാന്തിയെ നൽകാതെ മാനം ധനമിൽ മന്നിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ എന്നാലും ഭയമെന്തിനെന്നരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികെ എന്നാലും ഭയമെന്തിനെന്നരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികെ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിൻ്റെ കേൾവി നമുക്കേറെ സന്തോഷമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടങ്ങളിൽ ക്രൈസ്തവ ഗാന കൈരളിയിൽ ശ്രദ്ധേയമായൊരു കാസറ്റ് സോങ്ങാണ് രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണമേ. ആ ഗാനം കേൾക്കാത്തവരും ആ കാലഘട്ടങ്ങളിൽ പാടാത്തവരും ചുരുക്കം തന്നെയാണ്. മനോഹരമായ പഴയ ഗാനം ആ കാസറ്റ് സോങ് പക്ഷെ സാംസന്റെ ശബ്ദത്തിൽ തുടർന്ന് നാം ശ്രമിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. രക്ഷക എൻ്റെ പാപഭാരം തുടങ്ങുന്ന മനോഹര ഗാനം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം
പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ തിരുജീവനേ നീ ബലിദാനമായിതാ. തിരുജീവനേ നീ കേഴുന്നു ഏകാകിന നാഥാ നീ കനിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ.
നീറുന്ന മനസ്സിന് സ്വാതന്ത്ര്യം നൽകുന്ന, ഇടറുന്ന ജീവിതപാതയിൽ അഭയം നൽകുന്ന യേശുവിൻ്റെ സ്നേഹം എത്രയോ അവർണ്ണനീയമാണ്, അതുല്യമാണ്. നിശ്ചയമായിട്ടും ഇവിടെ കേൾക്കുന്ന ഗാനങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ ദൈവം കൊടുത്ത താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവർ പാടുന്നത് നിശ്ചയമായിട്ടും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് കാണാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. നമ്മെ അറിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മെ വഴി നടത്തുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഇല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. നിശ്ചയമായിട്ടും തുടർന്നുള്ള ഗാനത്തിൻ്റെ കേൾവിയും സ്വർഗീയ പ്രത്യാശയിലേക്കും ദൈവാശ്രയബോധത്തിലേക്കും നമ്മെ നയിക്കുവാൻ കഴിയും. അനുഗ്രഹിത ഗായകൻ ബ്രദർ ബിജു പുല്ലാടിൻ്റെ ശബ്ദത്തിലാണ് അടുത്ത ഗാനം നാം ശ്രവിക്കുന്നത്. പ്രിയ ബീച്ചാനും പ്രിയ കുഞ്ഞുങ്ങളും പ്രിയ ആൻറ്റിയും ഒക്കെ കുടുംബമായി ദൈവം അവർക്ക് കൊടുത്ത താലന്തുകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി വരുന്നു. നിശ്ചയമായിട്ടും എന്നെയും അവരുടെ ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിന് കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ അടുത്ത ഗാനത്തിൻ്റെ കേൾവിയിലേക്ക് പ്രാർത്ഥനയോടെ ദൈവസം നമുക്കായിരിക്കാം. दुनिया കനവുകൾ നിന്റെ നിനവതിലാകല്ലേ, നിന്റെ നിനവതിലാകല്ലേ. ഈ ദുനിയാവിൻ കനവുകൾ നിന്റെ നിനവതിലാകല്ലേ, വല്ലാത്ത ലോകത്ത് നീയും ഹലാക്കിലാകല്ലേ. ഈസാ നബി ചൊല്ലിയ കലിമകൾ മറന്നു പോകല്ലേ, ഇബ്ലീസിൻ ചതിയിൽ നീയും വീണു പോകല്ലേ. ഈസാ നബി ചൊല്ലിയ കലിമകൾ മറന്നു പോകല്ലേ, ഇബ്ലീസിൻ ചതിയിൽ നീയും വീണു പോകല്ലേ. ദുനിയാവിൻ കനവുകൾ നിനവതിലാകല്ലേ, വല്ലാത്ത ലോകത്ത് നീയും ഹലാക്കിലാകല്ലേ. ശൈത്താന്റെ അടിമതുകത്തിൽ തകർന്നു പോകല്ലേ, അറിയാതെ തെറ്റിൽ വീണു നരകത്തിലാകല്ലേ. ശൈത്താന്റെ അടിമതുകത്തിൽ തകർന്നു പോകല്ലേ, അറിയാതെ തെറ്റിൽ വീണു നരകത്തിലാകല്ലേ. ഈ ലോകം നശ്വരമാണ്, ഈ ലോകം നിത്യമതാണ്. ഈ ലോകം നശ്വരമാണ്, ഈ ലോകം നിത്യമതാണ്. കൽവിന്റെ വാതിൽ തുറക്കൂ, ഈസാരുളുന്നു. നിന്റെ കൽവിന്റെ വാതിൽ തുറക്കൂ, ഈസാരുളുന്നു. ഈ ദുനിയാവിൻ കനവുകളിന്റെ നിരവധിലാകല്ലേ, വല്ലാത്ത ലോകത്ത് നീയും ഹലാക്കിലാകല്ലേ.
പോരാത്തും ഇങ്കിൽ സബൂറും മറന്നു പോകല്ലേ, മയ്യത്തും മഞ്ഞളുമുണ്ട് മറന്നു പോകല്ലേ. പോരാത്തും ഇങ്കിൽ സബൂറും മറന്നു പോകല്ലേ, മയ്യത്തും മഞ്ഞളുമുണ്ട് മറന്നു പോകല്ലേ. നീ ചേർത്തത മഹിമകളും നിന്നവരിൽ എത്തുകയില്ല, നീ ചേർത്തത മഹിമകളും നിന്നവരിൽ എത്തുകയില്ല. 3 തുണ്ടം തുണി പുതിയ കൽവ മാത്രം നിന്റെ അന്തം, 3 തുണ്ടം തുണി പുതിയ കൽവ മാത്രം നിന്റെ അന്തം. ദുനിയാവിൽ ഈ ദുനിയാവിൻ കനവുകൾ നിന്റെ ദിനമതിലാകല്ലേ, വല്ലാത്ത ലോകത്തിൽ നീ അല്ലാക്കിലാകല്ലേ. ഒരു നാളിൽ മധ്യാകാശം പോയിടും നമ്മൾ, മണവാട്ടി മണിയറ മൂകി വാണിടും നമ്മൾ. ഒരു നാളിൽ മധ്യാകാശം പോയിടും നമ്മൾ, മണവാട്ടി മണിയറ മൂകി വാണിടും നമ്മൾ. ആത്മാവിൽ ആരാധിക്കാം, തിരുനാമം ഘോഷിച്ചിടാം, ആത്മാവിൽ ആരാധിക്കാം, തിരുനാമം ഘോഷിച്ചിടാം. മാലിന്യമേശിടാതെ പൂവിൽ വാണിടാം, മാലിന്യമേശിടാതെ പൂവിൽ വാണിടാം. ഈ ദുനിയാവിൻ കനവുകളിൻ്റെ ദിനവതിലാകല്ലേ, വല്ലാത്ത ലോകത്തിൽ നീയും അല്ലാക്കിലാകല്ലേ. ഈ സാനത് ചൊല്ലിയ കരിമകൾ മറന്നു പോകല്ലേ, ഇബ്ലീസിൻ ചതിയിൽ നീയും വീണു പോകല്ലേ. ദുനിയാ കനവുകൾ നിന്നെ നിരവധിനാകല്ലേ, നിരവധിനാകല്ലേ, നിരവധിനാകല്ലേ. ഈ ദുനിയാവിൽ ലഭിച്ച ജീവിതം സാത്താൻ്റെ അധിനിവേശം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതെ ലക്ഷ്യബോധമുള്ള ജീവിതം നയിച്ച് യേശു കർത്താവിൻ്റെ അടുക്കലെത്തുവാൻ, നിത്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമായി തീരട്ടെ എന്ന നിശ്ചയമായിട്ടും ആ പാട്ടിലൂടെ നാം കേട്ടുകഴിഞ്ഞിരിക്കുന്നു. അതിനായി നമ്മുടെ ജീവിതം ഒരുക്കുന്ന നിമിഷങ്ങൾ കൂടിയായി തീരട്ടെ. പ്രിയരെ, സഹോദരിമാർക്ക് ഏറെ ഇഷ്ടഭാജനമായിരുന്ന ലാസറിൻ്റെ മരണം 4 ദിവസം കഴിഞ്ഞനന്തരമായി യേശു കർത്താവ് ആ കുടുംബത്തിൽ വരുന്നു. ലാസറിനെ അടക്കം ചെയ്ത് ഗുഹാമുഖത്ത് ചെന്ന് നിൽക്കുന്നു. അവിടെയുള്ള പ്രിയപ്പെട്ടവർ കരയുന്ന കണ്ട് നമ്മുടെ നസ്രായൻ കരഞ്ഞു. കരയുന്നതോടൊപ്പം കരയുക മാത്രമല്ല, കരയുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവൻ തന്നെയാണ് യേശുക്രിസ്തു. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ എന്ന പഴയ ഗാനമാണ് തുടർന്ന് നാം കേൾക്കുന്നത്. നമ്മുടെ മനം കലങ്ങുന്ന സാഗരത്തിൽ, ഏറെ വേദനിക്കുന്ന സാഗരത്തിൽ കൂടെ നടക്കുന്ന യേശുവുണ്ട്. പഴയ ഗാനം ബ്രദർ ബിനോയ് പാമ്പാടി ആലപിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ദർശിക്കാം.
കഷ്ടങ്ങൾ തീർന്നിടുവാൻ കാലങ്ങൾ ഏറെയില്ല. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിരവധി ആളുകൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും വളരെ നന്ദിയും സ്നേഹവുമുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ, സഹകരണങ്ങൾ സെറാറ്റി മിനിസ്ട്രിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രയോജനം തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഗാനങ്ങളാണ്, പഴയതും പുതിയതുമായ ഗാനങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇതര ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയും പേജിലൂടെയും മറ്റ് മാധ്യമത്തിലൂടെയൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഗിൽഗാൽ വിഷനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുന്നു. അതിൻ്റെ പ്രവർത്തനത്തെ ദൈവം ആദരിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 8 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഈ സമയം അത്രയും ഞങ്ങളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്തൃദാസന്മാരെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിന ദിനം അതിൻ്റെ വർഷം ആഘോഷിക്കുന്നു. കഴിഞ്ഞ 74 വർഷങ്ങൾക്ക് മുമ്പ് ലഭ്യമായ സ്വാതന്ത്ര്യത്തെയാണ് അനുസ്മരിക്കുന്നത്. കച്ചവട താല്പര്യത്തോടുകൂടി കടന്നു വന്ന വൈദേശികർ ഈ നാടിൻ്റെ ഭരണ നേതൃത്വം കൂടെ പിടിച്ചടക്കി. സ്വന്തം നാട്ടിൽ വൈദേശികരുടെ ആധിപത്യം ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്ന ഈ നാട്ടിലെ ദേശസ്നേഹികളെ ആളുകൾ അതിനോട് ആ പീഡനങ്ങളും അവരുടെ ഭരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ആഗ്രഹിച്ചവർ, സ്വാതന്ത്ര്യം ആഗ്രഹിച്ചവർ, ജീവന് പോലും വില കൽപ്പിക്കാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടി. നിരന്തരമായുള്ള പോരാട്ടം നമുക്കറിയാം. അഹിംസ തന്നെ ആയുധമാക്കിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട്, ഒത്തിരി ആയുധങ്ങളുള്ള ആ സാമ്രാജ്യത്തോട് അവർ പോരാടി. അഹിംസ മാത്രം ആയുധമാക്കി സമരത്തിൽ മുൻനിരയിൽ വന്ന സമരസേനാനികൾ അവിടെ പലരുടെയും ജീവിതം ഹോമിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യം കൈവരിച്ചു. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ന്യൂഡൽഹിയിൽ പ്രഥമ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച് ആ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം പ്രഭാതം ഭാരതത്തിൻ്റെ മണ്ണിൽ ഇതര സംസ്ഥാനങ്ങളിൽ, ഇതര ഗ്രാമപ്രദേശങ്ങളിലെയും ഒക്കെയും സന്തോഷത്തിൻ്റെ സുദിനങ്ങളും ആർപ്പിൻ്റെയും ജയത്തിൻ്റെ ഘോഷത്തിൻ്റെ സ്വരങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ നീണ്ട 74 വർഷം പിന്നിട്ടു. ഇത് 74 വർഷം പിന്നിട്ടപ്പോൾ എത്രയോ കാര്യങ്ങൾ ജനാധിപത്യ ഭരണത്തിൽ മതേതര രാഷ്ട്രങ്ങൾ ഏറ്റവും മുൻപന്തിയിലായിരിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞുവെന്നത് അങ്ങേയറ്റം ശ്ലാഘനീയം തന്നെയാണ്. വൈദ്യരംഗത്തും മറ്റിതര മേഖലകളിലും, വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമല്ല ശാസ്ത്രരംഗത്തുമൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും ഗണനീയമായ നേട്ടങ്ങൾ തന്നെയാണ്. അങ്ങേയറ്റം ശ്ലാഘിക്കേണ്ടുന്ന നേട്ടങ്ങൾ തന്നെ കൈവരിച്ചിട്ടുണ്ട്. രാഷ്ട്രം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നത് അങ്ങേയറ്റം ശ്രദ്ധേയം തന്നെയാണ്. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് ഏറെ ശ്ലാഘനീയം തന്നെയാണ്. രാഷ്ട്രത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് ലഭ്യമാകുന്നത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് 21-ാം നൂറ്റാണ്ടിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് ലഭ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇതര മേഖലകളിൽ അത് ലഭ്യമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് എത്രയോ അഭികാമ്യം തന്നെയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യം കൈവരിച്ച നമ്മുടെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ നമ്മുടെ സഹോദരിമാർക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ബാലികമാർക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയുന്നൊരു പശ്ചാത്തലമുണ്ടോ? ഇവിടെ സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ സഹോദരിമാർ മരണത്തിന് വിധേയപ്പെടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ബാലികമാർ പലരും പീഡനം അനുഭവിക്കേണ്ടി വരുന്നു. സ്വാതന്ത്ര്യം കൈവരിച്ചു എന്ന് പറയുമ്പോൾ ഇതര മേഖലകളിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ കഴിയാത്തൊരു വല്ലാത്ത പശ്ചാത്തലം. എവിടെയാണ് യഥാർത്ഥമായൊരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത്? ഭരണ നേതൃത്വത്തിൽ മാത്രം സ്വാതന്ത്ര്യം വന്നാൽ മതിയോ? ഭരണ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെയൊന്നും വിസ്മരിക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ സമരങ്ങളെയൊന്നും വില കുറച്ച് കാണുന്നതല്ല ഈ സംസാരത്തിൻ്റെ, ഈ പ്രഭാഷണത്തിൻ്റെ, ഈ ചെറിയ സന്ദേശത്തിൻ്റെ പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറിച്ചോ യഥാർത്ഥമായ സ്വാതന്ത്ര്യം വ്യക്തികളിൽ വരണം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മേഖലകളിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം വന്നേ മതിയാകത്തുള്ളൂ. ഒന്ന്, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ട്, നിത്യമരണത്തിലുള്ള സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നെങ്കിൽ മാത്രമേ സമൂഹം നന്നാകത്തുള്ളൂ, മനുഷ്യൻ നന്നാകത്തുള്ളൂ. മനുഷ്യനും സമൂഹം നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം യഥാർത്ഥമായ സമാധാനത്തോടു കൂടിയുള്ള സ്വാതന്ത്ര്യം അത് കൈവരിക്കാൻ കഴിയത്തുള്ളൂ. അതിന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭ്യമായേ മതിയാകത്തുള്ളൂ. മറ്റൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിത്യമരണത്തുള്ള സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരിക്കാൻ കഴിയണമെങ്കിൽ അത് യേശുക്രിസ്തുവിടെ മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നിത്യമരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നിത്യനരകത്തിലുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഉലകമഹിമ വെടിഞ്ഞുകൊണ്ട് ആ നാഥൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനത്രയേ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നവൻ. ആ യേശു യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ പല വേദികളിൽ പാടിയിട്ടും യഥാർത്ഥമായ സമാധാനം കൈവരിക്കാൻ കഴിയാത്ത പ്രിയ സഹോദരങ്ങൾ, സഹോദരിമാർ ഇവിടെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതും പാടുന്നതുമൊക്കെ അവർക്ക് പല വേദികളിൽ പാട്ടുകൾ പാടിയപ്പോൾ, വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അവർക്ക് കൺഗ്രാജുലേഷൻ, അനുമോദനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അനുമോദനങ്ങൾ ലഭ്യമായി വീട്ടിലേക്ക് വരുമ്പോൾ സമാധാനമില്ലാത്ത വല്ലാത്ത സാഹചര്യം, സമാധാനരഹിതമായ ജീവിതം, പലതിലും ചിലതിലുമൊക്കെ ആശ്രയിച്ചിട്ടും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ ജീവിതം. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുവാൻ കഴിയുന്ന നസ്രയത്തുകാരൻ യേശുവിനെ പരിചയപ്പെട്ടപ്പോൾ അവർ യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം സ്വായത്തമാക്കി. അവർ ഇന്ന് യേശുവിന് വേണ്ടി പാടുന്നു, അവർ ഇന്ന് യേശുവിന് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങൾ യേശുവിന് വേണ്ടി സംസാരിക്കുന്നു, യേശുവിന് വേണ്ടി ജീവിക്കുന്നു. അതേ പ്രിയരെ, യഥാർത്ഥ സ്വാതന്ത്ര്യം പാപത്തു നിന്നുള്ള സ്വാതന്ത്ര്യം കൈവരിച്ച് മതിയാകത്തുള്ളൂ. നിത്യമരണത്തിലുള്ള സ്വാതന്ത്ര്യം കൈവരിച്ച് മതിയാകത്തുള്ളൂ. നിത്യമരണത്തിൽ നിന്നും പാപത്തു നിന്നുള്ള സ്വാതന്ത്ര്യം ലോകീയ രക്ഷകന യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഇതേ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മുൾക്കിരീട ധാരിയായി നാമമാത്രമായി വസ്ത്രമെടുത്തുകൊണ്ട് ആണികൾ ഏറ്റവനായി നമ്മുടെ നസ്രായൻ കിടക്കുന്നു. എന്തിനാ? മുടിലോകത്തിനും പാപത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകുവാൻ, മുടിലോകത്തിനും നിത്യമരണത്തിന് സ്വാതന്ത്ര്യം നൽകുവാൻ യേശു രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മുൾക്കിരീടധാരിയായി ആണികൾ ഏറ്റുകൊണ്ട് നസ്രായൻ സ്വന്തത്തോളിൽ ശിരസിനെ ചായച്ചു കൊടുത്തുകൊണ്ട് സകലതും നിവർത്തിയായി ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ സ്നേഹിച്ച രഹസ്യ ശിഷ്യന്മാരും തന്നോട് പിന്നാലെ നടന്ന സഹോദരിമാരും യേശുവിൻ്റെ ശിഷ്യകടകൾ ചിലരും ചേർന്ന് അരിമത്തിക്കാണ് ജോസഫിൻ്റെ കല്ലറയിൽ അടക്കുവാനിടയെ തുറന്നു. ആ പുതിയ കല്ലറയിൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം 3 ദിവസം മാത്രമേ കിടന്നുള്ളൂ. 3-ാമത്തെ പകൽ ആ ജീവൻ്റെ തുടിപ്പുകൾ നഷ്ടപ്പെട്ട, രക്തമശേഷമില്ലാത്ത ആ ശോണിത ശരീരത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ശവക്കല്ലറിയുടെ ശ്മശാന മൂകതയിൽ നിന്ന് സ്വർഗസിംഹാസനത്തോടെ നസ്രായൻ ഉയർത്തപ്പെട്ടു. ഇവിടെ ഞങ്ങൾ പാടിയ ഞങ്ങളുടെ ഗാനത്തിലൂടെ ഉയർത്തപ്പെട്ട നസ്രായൻ കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, ഈ ശ്മശാനം കൊണ്ട് അവസാനിച്ചവനല്ല. അവൻ്റെ അസ്ഥികൾ കല്ലറയ്ക്കകത്ത് ദ്രവിച്ചു കിടപ്പില്ല. അവൻ 3-ാമത്തെ പകൽ അവൻ പുനരുത്ഥാന ശക്തിയോടെ സ്വർഗസിംഹാസനത്തോളം ഉയർത്തപ്പെട്ടു. യേശുക്രിസ്തു അവൻ മരണത്തെ ഉയർത്തെടുത്തേറ്റു. മരിച്ചവരിൽ ആദിജാതൻ യേശു മാത്രമേ ഉള്ളൂ. അവസാനത്തെ ആഗ്രഹം പോലും പൂർത്തീകരിക്കാതെയാണ് യവനായ സാമ്രാജ്യത്തിൻ്റെ ശക്തനായ ചക്രവർത്തി, യുവചക്രവർത്തി അലക്സാണ്ടർ എന്ന ആ ധീരനായ ചക്രവർത്തി ഇഹലോകത്തോട് വിട പറഞ്ഞത്. തൻ്റെ 35-ാമത്തെ വയസ്സോ മറ്റിലാണ് താൻ യുവചക്രവർത്തി ആയിരിക്കുന്ന അലക്സാണ്ടർ ഇഹലോകത്തോട് വിട പറഞ്ഞത്. തൻ്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നറിയാമോ? കടൽ ജ്വരബാധിതനായി
ഡോക്ടർമാരെ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു കിടക്കുമ്പോൾ താൻ പറഞ്ഞു, എനിക്കെൻ്റെ അമ്മയൊന്ന് കാണണം. ആ ആഗ്രഹം പോലും പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ പല സാമ്രാജ്യങ്ങളെയും പല രാജ്യങ്ങളെയും ആയുധബലം കൊണ്ടും ഭരണസാമർഥ്യം കൊണ്ടും ചങ്കൂറ്റം കൊണ്ട് പിടിച്ചടക്കി മുന്നോട്ട് നീങ്ങിയ അലക്സാണ്ടർ ഒടുവിലത്തെ ശത്രുവായ മരണത്തിനു മുമ്പാകെ പരാജയം സംഭവിച്ചപ്പോൾ ഇതാ ഒടുവിലത്തെ ശത്രുവായ മരണത്തെ തകർത്തുകൊണ്ട്, മരണത്തിൻ്റെ വിഷമുള്ളിനെ തകർത്തുകൊണ്ട്, തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മുഴുവനെയും മുടിവിച്ചുകൊണ്ട് സ്വർഗസിംഹാസനത്തോളം ഉയർത്തപ്പെട്ടവൻ യേശു മാത്രമാണ്. അവരത്ര ആരാധ്യൻ. യഥാർത്ഥ സ്വാതന്ത്ര്യം പാപത്തുള്ള സ്വാതന്ത്ര്യമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നിത്യമരണത്തുള്ള സ്വാതന്ത്ര്യമാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ദേശീയഗാനം പാടുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സമാധാനവും നമ്മിലൂടെ തന്നെ ഭാരതത്തെ സ്നേഹിക്കുന്ന, ദേശത്തെ സ്നേഹിക്കുന്ന ദേശവാസികളെ നമ്മിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ മത സൗഹാർദ്ദത നമ്മിലൂടെ പുറപ്പെടട്ടെ. അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. കേവലം ആ ദേശീയഗാനം പാടിയതുകൊണ്ടോ ത്രിവർണ്ണ പതാക ഉയർത്തിയതുകൊണ്ടോ എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്കുകൾ കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സ്നേഹവും നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ആ ദൈവിക സ്നേഹം നമ്മെ നിറഞ്ഞു തുളുമ്പി നിൽക്കണം. അതിനായി സാധ്യമായി തീരട്ടെ എന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോട് ആഹ്വാനം ചെയ്യുന്നു. ഈ സന്ദേശവും ഗാനങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ ലൗകിക രക്ഷകന യേശുക്രിസ്തുവുള്ള സമാധാനം അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഈ രാത്രി അതൊരു അവസരമാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കൂ, പാപത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രാപിക്കൂ, നിത്യമരണത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കൂ, നിത്യ രാജ്യത്തിന് അവകാശികളായി തീരൂ. ആ യേശു വരാറായി. അതിനായി എല്ലാ കേൾവിക്കാരെയും എല്ലാ അനുവാചകരെയും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ലഘു സന്ദേശത്തിൽ വിരാമം കുറിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അനുഗ്രഹീത ഗായകർ ബ്രദർ ബിജു പുല്ലാട്, ബ്രദർ ബിനോയ് പാമ്പാടി, പാസ്റ്റർ സാംസൺ കങ്ങട, സിസ്റ്റർ സൂസൻ ജേക്കബ്, കീബോർഡിലും റിതം പാടിലും ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അജിൻ ആൻഡ് ബിജിൻ, അതോടൊപ്പം തന്നെ ലൈവ് ടെലികാസ്റ്റ് ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ബ്രദർ റോയി, തൻ്റെ കൂടെയുള്ള പ്രിയ സഹോദരൻ, സൗണ്ട് സിസ്റ്റം ഭംഗിയെ കൈകാര്യം ചെയ്ത ബ്രദർ രാജേഷ്, അതോടൊപ്പം തന്നെ പ്രദേശ് സൗണ്ട് പാമ്പാടി അതിന് നേതൃത്വം കൊടുക്കുന്ന ജിൽസൻ, അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ സവിനയും ഇതുവരെ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയും ഈ സന്ദേശവും ഗാനങ്ങളുമൊക്കെ ശ്രവിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സെറ ടീം മെമ്പേഴ്സിനും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. യേശു വരാറായി, യേശുവിൻ്റെ വരവരായി ഒരുങ്ങുക എന്ന ആഹ്വാനത്തോടെ വിരാമം കുറിക്കുന്നു. ഞങ്ങളുടെ ടീമങ്ങൾ ചേർന്ന് പ്രത്യാശയുടെ ഗാനം പാടുന്നു. ചേർന്ന് ആരാധ്യനായി യേശുവിനെ മഹത്വം കരേറ്റാം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ
പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ പറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ പറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്ദകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്ദകൾ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധം ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. 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 ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. ഈ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ ഗാനങ്ങൾ ആലപിക്കുവാൻ ബലം പകർന്നല്ലോ. വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രിയ കുഞ്ഞുങ്ങളെ സ്വർഗം കരുത്ത് നൽകിയല്ലോ. സന്ദേശം പങ്കുവയ്ക്കുവാൻ അങ്ങ് പകർന്ന നിയോഗങ്ങൾക്കായി സ്തോത്രം. ലൈവ് ടെലികാസ്റ്റിനായി പ്രിയപ്പെട്ടവരെ സ്വർഗം ഉപയോഗിച്ചല്ലോ. എല്ലാം നന്മയ്ക്കുമായി സ്തോത്രം. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ അനുവാചകർക്കുമായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഞങ്ങൾ പാടിയതുപോലെ പ്രതിഫലം നൽകിയിടുവാൻ നാഥൻ്റെ വരവ് ഏറ്റവും ആസന്നമാകുകയാൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നാഥൻ്റെ വരവിനെ ഒരുങ്ങണം. അനേകർ യേശുവിൻ്റെ വരുവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മയും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോട് കൂടെ ഇന്നു മുതൽ കാലാവസാനം വരെ ഇരിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി. ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടെ സെറാം ടീം മിനിസ്ട്രിയുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. ബ്രദർ സിനാജ്, ബ്രദർ മനോജ് എ സി, ബ്രദർ ബോബി, പശുക്കുക്കു മാത്യു, മറ്റ് ടീം മെമ്പേഴ്സ് എല്ലാവരെയും ഓർക്കുന്നു. ഫെയ്ത്ത് മോനുണ്ട്, സാബു ഉണ്ട്, ബ്രദർ സാബു ഉണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വിരാമമിടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം.